ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, ഇത് ഒരു 10 ഓഫ് സോഡ്സും ഏസ് ഓഫ് കപ്സും ആണ്. അപ്പോൾ ഒന്ന് അവസാനിക്കുന്നു, മറ്റൊന്ന് വരുന്നു എന്നാണ്. ഒരു കാര്യം, ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. വേൾഡ് ഉണ്ട്, കിങ് ഓഫ് സോഡ്സ്, ടെമ്പറൻസ്, 6 of Wands, Queen of Wands, 10 of Pentacles, Page of Wands ആൻഡ് ഹെർമിറ്റ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം ഡെക്കിൽ 4 of Cups ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ടുള്ള ഒരു ദുഃഖത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷേ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ആദ്യമേ ഉള്ളൊരു എനർജി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മുൻപുണ്ടായിരുന്ന ചില ദുരനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇനി വേണ്ട എന്ന് തോന്നുന്നതാവാം. ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് തോന്നുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു, ഒരു വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന പോലെയാണ് ബോട്ടം ഡെക്ക് കാണുന്നത്. അപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു മടുപ്പാണ്, മടുപ്പ് പോലെ തോന്നുന്നതാണ് ഓവറോൾ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ഇവിടെ 6 of Wandsഉം ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചൊരു റീയൂണിയനായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സും 6 of Wandsഉം റീയൂണിയൻ്റെ കാർഡാണ് പറയുന്നത്. അവിടെ ഒരു 10 of Swords കാണുന്നുണ്ട്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ആ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ എൻഡപ്പാക്കിയിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ചിലർക്ക് ഏസ് ഓഫ് കപ്സ്. ചിലർക്ക് വെയിറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നതാകാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് 10 of Swords പറയുന്നത് ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ കള്ളത്തരം പൊളിയുക, വിശ്വാസവഞ്ചന കാണിക്കുക, പിന്നിൽ നിന്ന് കുത്തുക, ഇതൊക്കെയാണ് 10 of Swords എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചിലരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക, വിശ്വാസവഞ്ചനയാണത്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ അനുഭവപ്പെടുക, നമുക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുക, അതൊക്കെയാണ് ഈ 10 of Swords പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു ബന്ധം അവസാനിച്ച് പോകുന്നതാവാം. ചില ആളുകൾ ബന്ധം അവസാനിപ്പിച്ച്, അതായത് ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചിട്ട് ഒരു ഡിവേഴ്സിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, ഫൈനൽ തീരുമാനം എടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലരുടെ ഒരു പ്രണയ നൈരാശ്യം, റീസെൻ്റ്ലി ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടവരെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മടുത്തുപോയി എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പോയത് എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുക. അതിനേക്കാൾ മികച്ചത് മാത്രമേ നിങ്ങൾക്ക് ദൈവം കൊണ്ട് തരത്തുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ യാത്രയിലും കൂടിയാണുള്ളത്, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്നിട്ടുണ്ട്, നിങ്ങളുടെ എനർജി ലെവല് ഇച്ചിരി ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ലെവലിലുള്ള ആളുകളുമായിട്ടേ നിങ്ങളിനി സമ്പർക്കപ്പെടുകയുള്ളൂ. ഇനി ആ രീതിയിലുള്ള വൈബ്രേഷൻസ് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ മികച്ചത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഈ ഏസ് ഓഫ് കപ്സും പറയുന്നത് സ്പിരിച്വലി നിങ്ങൾ അവേക്കൻഡ് ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും അതുപോലെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയമായിരിക്കാം, ചില ആളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളോട് ഒരു പുതിയ വൈകാരികമായ ബന്ധം തോന്നുന്നു, ഒരു സ്പിരിച്വൽ കണക്ഷനോട് കൂടിയ വൈകാരിക ബന്ധം അവരോട് തോന്നുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ചില വീടുകളിൽ പുതിയ കുറേ ആളുകൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി എന്ന് കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായി എന്നാവാം, ചിലപ്പോൾ പ്രഗ്നൻസി റിവീലാവുന്നതാവാം. അങ്ങനെയൊക്കെയാണ് ഈ ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ ജോബ് ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. കുറേ പേർക്കൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്
ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത മനുഷ്യരിൽ നിന്നും ചിലപ്പോൾ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇനി വേൾഡ് കാർഡിലോട്ട് വരുവാണെങ്കിൽ അതൊരു സക്സസിൻ്റെ കാർഡാണ്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ ഒരു കാർഡാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ എൻഡായി പോകും, ഒരു സൈക്കിൾ പൂർത്തിയാവുന്നതിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ലൈഫ് സൈക്കിൾ ഒരെണ്ണം പൂർത്തിയായിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ്. ഈ ശരിക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് സൈക്കിൾ എൻഡായിട്ട് കുറച്ച് സ്പിരിച്വലി ഗ്രോൺ ആയിട്ടുള്ളൊരു ഒരു പുതിയ ലെവൽ ഓഫ് ലൈഫ് സൈക്കിൾ തുടങ്ങുന്ന ആളുകളാവും. ഒരു 40s ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഒരു ബ്രേക്കപ്പിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അല്ലാത്ത റിലേഷൻഷിപ്പ് ആവാം, ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, അങ്ങനെയൊക്കെ ഒരു ബ്രേക്കപ്പിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫിൻ്റെ സൈക്കിൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കിൾ എൻ്റെ പയ്യ മാത്രമാണ് അടുത്ത സൈക്കിൾ ആരംഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 35 to 45 അങ്ങനെയുള്ളൊരു ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ 35 ആൻഡ് എബവ് ആ ഏജിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ അവസാനിച്ചിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ ഒരു എൻഡപ്പ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് വിദേശത്തേക്ക് യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യമുണ്ട്. വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകാനൊക്കെ സാധ്യതയുള്ള ഒരു കാർഡാണ് വേൾഡ് കാർഡ്. അതൊരു എയർ ട്രാവലിൻ്റെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്, കംപ്ലീഷൻ്റെ കാർഡാണ്. ഓക്കെ, നെക്സ്റ്റ് കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് ഫാദർ ഫിഗറാണ് ഈ കിങ് ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ മച്ചുറായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രാൻഡ് ഫാദർ ഫിഗർ എങ്ങനെയാണോ നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അതേ രീതിയിൽ വളരെ കൺട്രോൾഡായിട്ട് വളരെ മച്ചുറായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്നാണ്. കുറച്ച് സ്റ്റേബിളായിട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവും, ക്ലിയർ കട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് നല്ല മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റും. ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പക്ഷം പിടിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിനകത്ത് ജഡ്ജായിട്ട് നിൽക്കുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ പക്ഷം പിടിക്കാൻ പോകരുത്. നിങ്ങൾ അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക, അത്തരത്തിൽ നീതി നിർവഹണം നടത്തുക. കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും ഇന്നേ ദിവസം. അതുപോലെ തന്നെ വഴക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈഗോ ഭയങ്കരമായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് ഹേർട്ടാവുകയും അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറൻസ് ആണ്. ഓൾറെഡി വഴക്കുണ്ടായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോംപ്രമൈസ് വരുന്നുണ്ട്, ഒരു ബാലൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ലൈഫിൻ്റെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ് കിട്ടുന്നതാകാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് മച്ചുറായ സേവിങ്സ് ഉണ്ടാവുന്നതാവാം, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നതാകാം. അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് ലൈഫിനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, ഒരു ബാലൻസ് തന്നെയാണ് ലൈഫിൽ. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, വർത്തമാനം പറയുന്നത് കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പൈസയൊക്കെ ചിലവാക്കുമ്പോൾ ഒരു മിതവ്യയം പാലിക്കുക. കൃത്യം നമ്മൾ ലിസ്റ്റ് എഴുതി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുക, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കാതെ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാവാം. നിങ്ങൾ ഭയങ്കര ഇമോഷണലി ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കും ഒരു മച്ചുറായ ചിന്തയിലേക്ക് വരാനും നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഈ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആയിരിക്കും, ടർബുലൻ്റ് ആയിരിക്കും. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ചില സമയത്ത് എക്സ്ട്രീമായിട്ട് നിങ്ങൾക്ക് എല്ലാം എനിക്ക് കിട്ടില്ലെങ്കിൽ ഒന്നും വേറെ ആർക്കും കിട്ടില്ലെന്നുള്ളൊരു നശിപ്പിക്കൽ ധാരണയാണുള്ളതെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ അതൊന്നും വേണ്ട, ഞാൻ അങ്ങ് മാറാം എന്നുള്ള രീതിയിലായിരിക്കും. രണ്ട് എക്സ്ട്രീംസാണ്, പോസിറ്റീവിൻ്റെ എക്സ്ട്രീം എൻഡും നെഗറ്റീവിൻ്റെ എക്സ്ട്രീം എൻഡും ആയിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ച് മച്ചുറായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മച്ചുറായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നതായിട്ടാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് 6 of Wands ഓൾറെഡി പറഞ്ഞൊരു റീയൂണിയൻ്റെ കാർഡാണ്. കുറേ അധികം ആളുകൾക്ക് ഇന്ന് റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നു എന്നാണ്. സക്സസിൻ്റെ 2 കാർഡുണ്ട്. അതുപോലെ നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആകുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ് പുറപ്പെട്ടിട്ടുള്ളത് അവിടെ നിങ്ങൾക്കൊരു സക്സസ് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു. നിങ്ങളൊരു കല്യാണത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. നല്ല ഭംഗിയായിട്ട് നിങ്ങളെ നല്ലതായിട്ട് അഡോൺ ചെയ്തൊക്കെ നിങ്ങൾ
പോകുന്നുണ്ടായിരിക്കാം, ആളുകൾ നിങ്ങളെ കാണുമ്പോൾ അഡ്മയർ ചെയ്യുന്നുണ്ടാവാം, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ കേൾക്കാനും അത് കേട്ട് നിങ്ങൾ അഭിമാനിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ പബ്ലിക് റെക്കഗ്നേഷനാണ്, നിങ്ങളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുക, നിങ്ങളെക്കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി ആളുകൾ സംസാരിക്കുക, നിങ്ങൾ ആദരിക്കുക, നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുക, നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക, നിങ്ങൾ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക, ഇതൊക്കെയാണ് 6 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഇത് നിങ്ങളൊരു പാഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ്, അപ്പോൾ പണം ഒക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതായിട്ടാണ്, സമ്മാനങ്ങൾ കിട്ടുന്നതായിട്ടൊക്കെയാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. നെക്സ്റ്റ് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കുറച്ച് ആളുകൾ നിങ്ങളുടെ ഒരു സെൽഫ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പുണ്ടായിരുന്ന നിങ്ങൾ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നതിന് മുമ്പുള്ള ആളുകൾ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. സോറി, നിങ്ങൾക്കിപ്പോൾ വളരെ ബ്രില്യൻ്റായിട്ട് വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരോട് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വളരെ എലൈറ്റഡ് ആയിട്ടുള്ളൊരു സോളായി മാറിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന ദിവസം മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ മാത്രം അതിൽ ഇടപെടുക, അല്ലാത്ത കാര്യങ്ങളെ വളരെ സുഖമായിട്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഊരി പോകുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ പോയി ഇടപെടാതെ നിങ്ങൾ മാറി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് സോൺ നോക്കിയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇന്ന ദിവസം നിങ്ങൾ അങ്ങനെയാണ് നിൽക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ പോയി ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പല സോഴ്സിൽ നിന്നും പണം വരും എന്ന് കാണുന്നുണ്ട്. പല സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് പണം വന്നു കിട്ടും, ധാരാളമായിട്ട് പണം കൈകളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണം കിട്ടും. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും. വീട്ടിലെ കുറേ ജോലികളൊക്കെ ചെയ്യുന്നതായിരിക്കും, വീടിനെ ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കാം, വീട്ടിൽ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, വീട്ടുകാരുമൊത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പൂർവ്വസ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാം, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടാനും സാധ്യതയുണ്ട്. ദെൻ പേജ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾ എന്തൊരു കാര്യത്തെ അഡ്മയർ ചെയ്യുന്നു എന്നാണ്, എന്തൊരു കാര്യത്തിനെ ആരാധിക്കുന്നു, അഡ്മയർ ചെയ്യുന്നു. അപ്പോൾ അതിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു കാര്യമാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അതിന് നിങ്ങൾ അഡ്മയർ ചെയ്യുന്നു എന്നാണ്, അതിനോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നുക, അതിനെ മിസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, അതിനെ ആരാധിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ദെൻ ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഒരു സ്റ്റക്നെസ്, കുറച്ചൊരു സ്റ്റക്നെസ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്റ്റക്നെസ്സിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്റ്റക്നെസ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ നേരത്തെ യൂണിവേഴ്സൽ അലൈൻഡ് എന്ന് പറയുന്നത് പോലെ ഒരുപാട് പൂമ്പാറ്റകളെ കാണുക, വെള്ളിമേഘങ്ങൾ കാണുക, അതുപോലെ തൂവൽ, ഏഞ്ചൽ നമ്പേഴ്സ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ സിങ്ക്രോണിസിറ്റീസ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ധാരണ വരും, അയ്യോ ഞാൻ ഇനി പോകുന്ന വഴി ശരിയല്ലേ, ഇനി ഞാൻ യൂണിവേഴ്സിൻ്റെ അലയൻസിൽ നിന്ന് മാറിപ്പോയോ, അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിങ്ങളൊരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർഗ്ഗദർശിയാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്, ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗുരുവിനെ തേടി കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ ഒരു മെൻറ്റർ ആവുക എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഗുരുവിനോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ സിങ്ക്രോണിസിറ്റീസ് ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള ഗുരുവുണ്ട്. അപ്പോൾ ആ ഗുരുവിനോട് ചോദിക്കുക, അവിടെ നിന്ന് ഗൈഡൻസ്, മാർഗ്ഗനിർദ്ദേശം, ഇൻഡ്യൂഷൻസ് ശ്രദ്ധിക്കുക, മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാത്തവർ ഗൈഡൻസ് എടുക്കാൻ പറയുന്നുണ്ട്. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തും, അയാളുമായിട്ട് സംവദിക്കും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും, അവരിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് പോകേണ്ട വഴിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടുമെന്നാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരുവായിട്ട് കാണുന്നത്. നിങ്ങൾക്കും ഒരു ഗുരുവിനെ കിട്ടും, നിങ്ങളും ഒരു ഗുരുവാകുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതിൽ ഒരു ഫേസിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഇൻറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എ ഇയർ ഫ്രം നൗ. നിങ്ങൾക്ക് ഒരു കാലഗണനയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഒരു പരിധിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ടായിരിക്കും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ഒരു വർഷം കൊണ്ടായിരിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നതിനേക്കാൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് നിങ്ങളിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അൺലൈക്ലി, ഒരു ലൈക്ലി അസാധാരണമായിട്ടെന്നാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് നടക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്, വളരെ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സിൻ്റെ രീതിയിലല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ മനക്കോട്ട കെട്ടണ്ട, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി പോകും. എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നല്ലേ. അപ്പോൾ ആ ഡിവൈൻ ടൈം, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡിവൈൻ ടൈമിൽ വന്ന് ചേരുന്നത് മാത്രമാണ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആകത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് അൺറിക്വൈറ്റഡ് ലവ് ആണ്. അപ്പോൾ കുറേ അധികം ആളുകളുടെ ലവ് എന്ന് പറയുന്നത് അൺറിക്വൈറ്റഡ് ആണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഇടയിൽ ഉള്ളൊരു വല്ലാത്തൊരു ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ കെമിസ്ട്രി ഒക്കെ എൻ്റെ പോയിട്ടുണ്ടാകും. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഇടയിലൊരു വല്ലാത്ത ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിരിക്കും കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, റിലീജിയസ് ഫാക്ടേഴ്സ്, ഇന്നലെയും സെയിം കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ചില ആളുകൾ കാരണം വിചാരിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും, പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ഒരു മേജർ കാരണം എന്ന് പറയുന്നത് റിലീജിയസ് ഫാക്ടേഴ്സാണ്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ റിലീജിയസ്ലി, കമ്മ്യൂണിറ്റി, കാസ്റ്റ് വൈസ്, സോഷ്യൽ സ്റ്റേറ്റസ് വൈസ്, പ്രായം വൈസൊക്കെ വ്യത്യാസമുള്ള ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ബ്രേക്കപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ശരിക്കുള്ള കാരണം റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് എന്നാണ് കാണുന്നത്. ദെൻ forgiving and learning ആണ്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ ഹീലാകാത്ത പാസ്റ്റിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുക, അവിടെ ഉള്ളതിനെല്ലാം റിലീസ് ചെയ്യുക. അവിടെ കൂടുതലായിട്ട് നിങ്ങൾ ലവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പുതിയതായിട്ട് നിങ്ങൾക്ക് ലവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വെരി സൂൺ ആണ്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങൾ ഡിറ്റർമിൻഡ് ആവുക, കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുക, ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് എന്നൊരു ധാരണ ഉണ്ടാക്കുക. ആ ധാരണയിൽ കൃത്യമായി പ്ലാൻ ചെയ്യുക, മുന്നോട്ട് പോവുക, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുക. ആ സമയം എടുത്തതിന് ശേഷം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്താൽ അത് വർക്കാവും. അത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്തല്ല, ഡിവൈൻ ടൈമിൽ മാത്രമാണ് അത് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്. ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ആവശ്യമില്ലാതായിപ്പോൾ. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥമായ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ട്. ഞാൻ അനുഭവസ്ഥയാണ്. ആത്മാർത്ഥമായ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ട്. കഠിനമായ എല്ലാ പരിശ്രമങ്ങൾക്കും അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അതിൽ ഉറച്ചു വിശ്വസിക്കുക, ഉറച്ചുറച്ച് വിശ്വസിക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും 100% ചെയ്യുക, അതിൽ ഉറച്ചു നിൽക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇന്ന് സൺഡേ ആണ്,
വഴക്കും വയ്യാവേലി ഒന്നുമില്ല. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. വീട്ടിൽ ചിലപ്പോൾ അലുകുലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡുണ്ട്, ഈഗോയുടെ കാർഡാണ്, കൺട്രോൾ സ്ട്രക്ചറിൻ്റെയൊക്കെ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും, അപ്പോൾ വഴക്കിനൊന്നും പോകരുത്. ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.